ഹലോ സർ, വെൽക്കം ടു ഒപ്റ്റിക്കൽ CRM. സാർ, നമുക്കൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ എക്സ്പെൻസ് എന്ന ഓപ്ഷനിൽ. നേരത്തെ നമ്മൾ വന്നിട്ട് എക്സ്പെൻസ് വന്നിട്ട് നോർമലായിട്ട് എക്സ്പെൻസിൻ്റെ പർപ്പസ് കൊടുത്തിട്ട് ഏതാണ് ഇത് ചിലവ് ചെയ്തത്, ക്യാഷ് ആണോ ബാങ്ക് ആണോ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യും. ഓക്കെ സാർ, അതൊന്ന് നമുക്ക് റെൻറ്റും ബസ് ഫെയറും ഒക്കെ അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം വിത്ത് ബില്ല് ജി എസ് ടി ബില്ലോടെ എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു ഓപ്ഷൻ എക്സ്പെൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, അതിനിപ്പം ഓപ്പൺ ചെയ്യാം. അക്കൗണ്ടിൽ എക്സ്പെൻസിൽ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെ ആഡ് ന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയിട്ട് ഇവിടെ സെലക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സെലക്ട് എക്സ്പെൻസ് അതിൽ വന്നിട്ട് പെറ്റി എക്സ്പെൻസും ബിൽ എക്സ്പെൻസും ഉണ്ട്. ഈ പെറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഴയത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് പെറ്റി എക്സ്പെൻസ്. ഇതിൽ വേറെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഈ സെലക്ട് എക്സ്പെൻസിൽ മാത്രമേ ഒരു എക്സ്ട്രാ ഒരു ബിൽ എക്സ്പെൻസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സാറിനിപ്പം കമ്പ്യൂട്ടർ ഷോപ്പിൽ മേടിക്കുന്നുണ്ട്, എല്ലാ ഫർണിച്ചറോ ഇലക്ട്രോണിക്സ് ഐറ്റമോ ഇലക്ട്രിക്കൽ ഐറ്റം മേടിക്കുന്നുണ്ട്, വിത്ത് ബില്ല് GST ബില്ല് അവിടെ മേടിക്കുന്നുണ്ടെങ്കിൽ സാറിന് ഇവിടെ ആ എൻട്രി ഇവിടെ ഇടാൻ പറ്റും. ഇപ്പോൾ ബിൽ എക്സ്പെൻസ് കൊടുത്തിട്ട് ഏത് ബ്രാഞ്ചിൽ നിന്ന് ബ്രാഞ്ച് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആഡ് സപ്ലയർ ആഡ് ചെയ്ത് കൊടുക്കാം. സപ്ലയർ എന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ട് ആ സപ്ലയറിനെ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തിട്ട് സപ്ലയർ തന്നിട്ടുള്ള ബിൽ നമ്പർ എന്ന് വെച്ചാൽ അടുത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പർപ്പസ് വന്നിട്ട് ഇപ്പം ഇലക്ട്രിക്കൽ സാധനമാണെങ്കിൽ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. ഇലക്ട്രിക്കൽ സൈറ്റ് ആണെങ്കിൽ ഇലക്ട്രിക്കൽസ് എന്ന ഐറ്റംസ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആ ബില്ലിലിരിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് സാറിന് ഇവിടെ ടാക്സ് നോട്ട് അപ്ലിക്കബിൾ ഉണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആ ബില്ലിൽ ഏതാണ് ഇത് ടാക്സ് ഉള്ളത് അത് കൊടുത്തിട്ട് സാറിന് ആ ബില്ലിലുള്ള HSN കോഡും അതിൻ്റെ ടാക്സ് ടൈപ്പും സെലക്ട് ചെയ്തിട്ട് സാറിന് HSN കോഡും മെൻഷൻ ചെയ്യണം. എത്ര പെർസെൻറ്റേജ് എന്നാണ് കൊടുത്തിട്ട് സാറിനോട് ഇപ്പം ഇലക്ട്രിക്കൽ ഐറ്റം സാറ് ഷോപ്പിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ഐറ്റം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു 20,000 ആക്കിയിട്ടുണ്ടെങ്കിൽ 20,000 കൊടുത്തിട്ട് കൊടുത്തിട്ട് സാർ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് കൊടുത്തിട്ട് ആഡ് ചെയ്യാം. ഇല്ല, ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, ക്രെഡിറ്റ് ആയിട്ടാണ് മേടിച്ചത്, അങ്ങനെയാണെങ്കിൽ സാറ് നോ എന്ന് കൊടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ സാറിന് എക്സ്പെൻസ് ആഡ് ചെയ്യാം. എക്സ്പെൻസ് ആഡ് ചെയ്തിട്ട് പിന്നെ സാറിന് ഏതൊക്കെ പേയ്മെൻ്റാണ് പെൻഡിങ്ങിലുള്ളതെന്ന് അറിയണമെങ്കിൽ സാറ് തിരിച്ച് എക്സ്പെൻസിൽ പോയിട്ട് ഇപ്പം ചില പേയ്മെൻറ്റ് സാർ പേയ്മെൻറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കും, ചില പേയ്മെൻറ്റ് സാറ് പേയ്മെൻറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കില്ല. ഈ ക്രെഡിറ്റ് എമൗണ്ടൊക്കെ പേയ്മെൻറ്റ് വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് സാറിന് ഏതൊക്കെ പെൻഡിങ് എമൗണ്ട് എന്ന് അറിയണമെങ്കിൽ ഈ ചെക്ക് പെൻഡിങ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് പേയ്മെൻറ്റ് പെൻഡിങ്ങിലുള്ളത് അതിൻ്റെ ഡേറ്റാസ് വന്നിട്ട് ഇവിടെ കാണും. അപ്പോൾ ഇലക്ട്രിക്കൽ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് കൊടുത്തിട്ട് സാറിന് ഇവിടെ താഴെ വന്നിട്ട് അത് ഏതാണ് പേയ്മെൻറ്റ് എന്ന് വെച്ചിട്ട് എസ് കൊടുത്തിട്ട് ഇപ്പോൾ ക്യാഷിലാണെങ്കിൽ ഇവിടെ എസ് കൊടുത്ത് ഇപ്പം ബാങ്കിലാണെങ്കിൽ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ബാങ്കിൻ്റെ ഇത് വരും, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം സാറ് UPI ആണ്, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് നമ്മൾ ബാങ്കിൻ്റെ പേര് റിമാർക്സിൽ മെൻഷൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്താൽ ആ പേയ്മെൻറ്റ് അവിടെ ക്ലോസ് ആകും. ഓക്കെ സാർ, ഇതാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സോഫ്റ്റ്വെയറിൽ. ഇവിടെ വന്നിട്ട് സാറിന് ബില്ല് വന്നിട്ട് പ്രിൻറ്റും എടുക്കാൻ പറ്റും. ഡിഫറേറ്റ് എക്സ്പെൻസ് റിസിപ്റ്റ് വന്ന് ബില്ല് പ്രിൻറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഓക്കെ സാർ, ഇവിടെ പേയ്മെൻറ്റ് റിമാർക്സ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ സാറിന് സെർച്ചുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ സാർ.